Physics class, and here today we are going to discuss our chapter Gravitation. Adhe makkale nammal discuss cheyyunna nammade chapter Gravitation aanu. Namakku ariyam idu valare simple aayittulla interesting aayittulla oru chapter aanu alle. So here namakku padikkanulla കാര്യങ്ങൾ എന്ന് പറയുന്നത് നോക്കിയേ മക്കളെ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടാണ് ആക്ച്വലി. നോക്കിയേ, ഗ്രാവിറ്റേഷൻ എന്നുള്ള പാട്ടും അതുപോലെ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പാട്ടും. ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള പാട്ടിൽ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിക്കാനുണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഫ്രീ ഫോൾ ആൻഡ് മാസ് ആൻഡ് വെയിറ്റ്. ഇത്രയും പോർഷനാണ് നമുക്ക് ഗ്രാവിറ്റേഷൻ എന്നുള്ള പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ കൊണ്ട് മാത്രം നമ്മുടെ ചാപ്റ്റർ ഉണ്ടാവുന്നില്ല, നമുക്ക് ഫ്ലോട്ടേഷന്റെ ഏതാനും കുറച്ച് ഭാഗങ്ങളും കൂടെ ഇതിൽ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ട്രസ്റ്റ് ആൻഡ് പ്രഷർ, ബോയൻസി ആൻഡ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കുട്ടികൾ, നിങ്ങൾ റെഡി ആണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ എനിക്കൊരു ഹേർട്ട് തന്നെ ഞാൻ നോക്കട്ടെ. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ബിഗ് ഗുഡ് ഈവനിങ്. അപ്പൊ കുട്ടികൾ, നിങ്ങൾ സെറ്റ് ആണോ? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് ആണെങ്കിൽ എനിക്കൊരു ഹേർട്ട് തന്നെ, ഒരു റെഡ് ഹേർട്ട് തന്നെ ഞാൻ നോക്കട്ടെ. എത്ര പേര് റെഡിയാണ് ഗ്രാവിറ്റേഷൻ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്? നോക്കട്ടെ. ഹായ് അച്ചു, സുധീർ, ഫാത്തിമ, ഹിബ, എല്ലാവർക്കും ബിഗ് 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 ഗുഡ് ഈവനിങ് ആൻഡ് എ ബിഗ് ഹായ്. ഓക്കെ, എല്ലാരും ഹേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാരും റെഡിയാണ്. പെട്ടെന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്നാൽ എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആയി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എല്ലാരും ഹേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ മക്കളെ? റെഡ് ഹേർട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ സെറ്റ് ആണ്, എല്ലാരും റെഡിയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കണം, എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ചെയ്യണം. അപ്പൊ നോക്കിയുള്ള കുട്ടികൾ, നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്, എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാ നോക്കിയാൽ, ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ഭാഗം, പിന്നെ ഫ്ലോട്ടേഷൻ എന്നുള്ള മറ്റൊരു ഭാഗം. പെട്ടെന്ന് തീർക്കണം അല്ലെ? പെട്ടെന്ന് തീർത്താൽ അടുത്ത പണി തരാന്ന് പറയുന്ന പോലെ പെട്ടെന്ന് തീർക്കാൻ നോക്കാം. ഓക്കെ, സെറ്റ്. എല്ലാവരും റെഡിയാണ്, സെറ്റ് ആന്നൊക്കെ പറഞ്ഞ് മാമേ ക്ലാസ് എടുത്തോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ടാൻജന്റ് വരയ്ക്കാൻ പഠിക്കണം. എന്താണ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ പറയാം. ഇപ്പം ഒരു സർക്കിളിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിന് ടാൻജന്റ് വരയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ടാൻജൻഷ്യൽ ലൈൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? ടാൻജൻസ് എന്ന് പറയുന്നത്. അപ്പൊ പല കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്താന്നുള്ളത്. ഓക്കെ, നമ്മള് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഗുഡ് ഈവനിങ് ഒക്കെ അയക്കുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് പറഞ്ഞു. സോ ലെറ്റ് സ്റ്റാർട്ട് അല്ലേ? ഓക്കെ, മാം വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം, വേഗം വരൂ. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം അല്ലെ? ടാൻജൻസ് വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ടാൻജൻസ് നമുക്കറിയാം. ഒരു പോയിന്റ് കിട്ടിയാൽ എന്ത് ചെയ്യാം? അതിനിങ്ങനെ അല്ലെ ടച്ച് ചെയ്തിട്ട്, അവിടെ മാത്രം ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതിന് ടാൻജൻസ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കല്ലിനെ നമ്മൾ ഒരു നൂലിൽ ഒരു ത്രെഡിൽ കെട്ടിട്ട് നമ്മൾ ഇങ്ങനെ കറക്കുകയാണ് അല്ലെ? നമുക്കറിയാം, നമ്മളെ കൈ സെന്ററിലായിട്ട് നമ്മളെ കല്ല് എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ? സർക്കുലാർ മോഷനിൽ, സർക്കുലാർ പാത്തിൽ എന്ത് ചെയ്യും? നമ്മളെ കല്ല് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്യും, അല്ലെങ്കിൽ കല്ല് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങും അല്ലേ? ശരിയല്ലേ? എല്ലാരും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള മോഷന്, സർക്കുലാർ മോഷനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മോഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർക്കുലാർ മോഷൻ അല്ലെ? സർക്കുലാർ പാത്തിലാണെങ്കിൽ ആ മോഷൻ നമ്മൾ പറയും സർക്കുലാർ മോഷൻ. സർക്കുലർ മോഷന് നടക്കണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ബിക്കോസ് സെന്റർ ഉണ്ട് അല്ലേ? സർക്കുലർ മോഷൻ ആകുമ്പോൾ ഒരു സെന്റർ ഉണ്ടാവും, അതുകൊണ്ട് ആ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആൻഡ് ഇറ്റ് ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ സെന്റർ. എപ്പോഴും ഒരു സെന്ററിന്റെ ഉള്ളിലേക്കായിരിക്കും, ടുവേർഡ്സ് ദ സെന്റർ ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ആരും മറക്കാൻ പാടില്ല, ഒരു സെന്ററിന്റെ അല്ലെ അതിന്റെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദാറ്റ് സർക്കിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലടാ?
യെസ്, സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാവരും അയക്കുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം അല്ലെ. ഓക്കെ, ഇതാണ് നമ്മളെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ടാൻജന്റ് പറഞ്ഞതിന്റെ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തിനാണ് ടാൻജന്റ് പറഞ്ഞതെന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് സർക്കുലർ പാത്ത് അല്ലെ, അതിനെ കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കറിയാം ഒരു ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ആൻഡ് ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് is always acts towards the center of the circular path. That is the force that keeps the body moving along the circular path. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. And it always acts towards the center of the circle. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? ഈ ഒരു പോയിന്റ് എല്ലാവരും റെഡി ആണല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഇനി പറയാൻ പോവാണ്. നമ്മൾ പറയുന്നു ഓക്കെ, അതായത് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്താണ്, ഒരു കല്ലിനെ നമ്മളൊരു ബോളിനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ റിവോൾവ് ചെയ്ത് ഇങ്ങനെ വിടാണ് വിചാരിച്ചോളൂ. ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ത്രെഡിനെ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. ആ ത്രെഡിനെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അല്ലേ, നമ്മുടെ സർക്കുലർ മോഷൻ എന്ത് ചെയ്യും? ആ ബോൾ എന്ത് ചെയ്യും? തെറിച്ചു പോകും അല്ലെ. ആ തെറിച്ചു പോകുന്നതിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ സർക്കുലർ മോഷനിൽ ടാൻജന്റ് ആയിട്ടാണ് ആ ബോൾ എന്ത് ചെയ്യുക? തെറിച്ചിട്ട് പോവാ കേട്ടോ. അതാണ് പറയുന്നത്, ഇഫ് ദർ ഇസ് നോ സെൻട്രിപിറ്റൽ ഫോഴ്സ് then the ball will move tangentially to the circular path. എന്താണ്? ടാൻജൻഷ്യലി ടു ദ സർക്കുലർ പാത്ത് ആയിട്ടായിരിക്കും ആ ബോൾ എന്ത് ചെയ്യുക? മൂവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സർക്കുലർ പാത്തിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് എർത്ത്, അതുപോലെ നമ്മുടെ സണ്ണിന് ചുറ്റും അല്ലെ നമ്മുടെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന നമ്മുടെ മൂഡ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതും നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിനൊക്കെ എന്താണ് നമ്മളെ സർക്കുലർ പാത്തിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ മക്കളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് അറിയോന്നൊന്ന് പറഞ്ഞേ. മിസ്സേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പറ വേറെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സർക്കുലർ പാത്തിന് അറിയുന്ന വേറെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയൂ. പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് സൺ, യെസ്, വെരി ഗുഡ് എക്സാമ്പിൾ. പിന്നെ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ വേറെ പറ. സാബു, എല്ലാവർക്കും ബിഗ് ഹായ്. എല്ലാരും കാണുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓടുന്നത് കേട്ടോ. ഓക്കെ, എല്ലാരും കാണുന്നുണ്ട്. പിന്നെ പറ, പിന്നെ വേറെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. മനുഷ്യനല്ലേ പുള്ളേ? അതേ മനുഷ്യനാണോ? പറ വേറെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. വേറെ എക്സാമ്പിൾസ് പറയൂ. മൂൺ റിവോൾവ് അറൌണ്ട് എർത്ത്, ഇത് ഞാൻ പറഞ്ഞതല്ലടാ. വേറെ പറ. വേറെ തവാഫ്, യെസ്, വെരി ഗുഡ് അല്ലെ. തവാഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഓടിയിട്ടുണ്ടാവില്ല. നമ്മൾ കഅബനെ ചുറ്റും അല്ലെ ഇങ്ങനെ റിവോൾവ് ചെയ്യും. അതൊരു സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, പിന്നെ അതാരാ പറഞ്ഞ? റെജീന, യെസ്. പിന്നെ ക്ലോക്ക്, യെസ്, വെരി ഗുഡ്. പിന്നെ യെസ്, സൈക്കിൾ വീൽ, ഓക്കെ. ക്ലോക്ക്, യെസ്. സോളാർ സിസ്റ്റം, യെസ്. സ്പിന്നേഴ്സ്, യെസ്. അപ്പൊ ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർക്കുലർ മോഷൻ ആണ് ഇതിനൊക്കെ അല്ലെ. നമ്മൾ പറഞ്ഞ സർക്കുലർ മോഷൻ ആണ് ഇതൊക്കെ. ഫാൻ പോരട്ടെ, വരുന്നുണ്ട് അല്ലെ, ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ മൂവ്മെന്റിനൊക്കെ കാരണക്കാരനായിട്ടുള്ള റീസൺ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ആൻഡ് ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും എന്താണ്? സെന്ററിന്റെ ഉള്ളിൽ, ടുവേർഡ്സ് സെന്ററിലാണ് അത് ആക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ അല്ലടാ? വെഹിക്കിൾ ടയറാ പോരട്ടെ. ഇപ്പൊ എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ പോരുന്നുണ്ട്. എനിക്ക് നിങ്ങൾ കുറച്ച് കത്താൻ സമയം എടുത്തല്ലേ. മോഷൻ ഓഫ് ഫാൻ, ഓക്കെ, യെസ്, പോരട്ടെ. വാച്ച് മതി. ക്ലോക്ക് വാച്ചൊക്കെ നിർത്തി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഫോഴ്സസിന്റെ ഒക്കെ പിന്നിൽ ഒരു ഫോഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ നിങ്ങളോട് എപ്പോഴും എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിന്റെ സെന്റർ, അല്ലെങ്കിൽ ആ ഒരു സെന്ററിൽ ഒരാളുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ത്രെഡിൽ ഒരു കല്ല് കറക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളെ കൈയാണ് അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ കൈയിന് അറൗണ്ട് ആയിട്ടാണ് അത് കറങ്ങുന്നത്. അപ്പൊ നമ്മളെ കൈയിന് നേരെ ആയിട്ടായിരിക്കും ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. അതായത് സെന്ററിന് ടുവേർഡ്സ് ആയിട്ടായിരിക്കും ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും പഠിക്കുക, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഡ്രോയിങ് കോമ്പസ്, യെസ്, വെരി ഗുഡ്.
പറയുന്നതെല്ലാം കറക്റ്റ് ആണ്, നോക്കാൻ സമയമില്ലാത്ത കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അഥവാ എക്സാമിന് സർക്കുലർ പാത്തിന് എക്സാമ്പിൾ എഴുതാൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും അതിന് എഴുതാൻ പറ്റും കേട്ടോ. എന്ത് എഴുതാം, തവാഫ് അടക്കം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം നിങ്ങൾ 2 എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചു പോവുക. അതെന്ന് പറയുന്നത് എന്താണ്, സോളാർ സിസ്റ്റം, അതുപോലെ നമ്മളെ മൂണിന്റെ കാര്യം എഴുതാം അല്ലെ. മൂൺ റിവോൾവ് അറൌണ്ട് എർത്തും അതുപോലെ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് സണ്ണും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇത് എഴുതാം. പിന്നെ നിങ്ങൾ പറഞ്ഞത് എല്ലാം കറക്റ്റ് ആണ്. നമ്മുടെ സയൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താ, പ്രത്യേകിച്ചിട്ട് ഒന്നും ഇല്ലേ, ഇന്ന കാര്യം തന്നെ എഴുതണം എന്ന് സയൻസിൽ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതിയാൽ തന്നെ എന്ത് കിട്ടും, മാർക്ക് കിട്ടും. സ്വന്തമായിട്ട് ഇക്വേഷൻസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി അല്ലെ, അത്രേ ഉള്ളൂ. ഉള്ള ഇക്വേഷൻസ് വെച്ച് എഴുതാം കേട്ടോ. ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്, വെരി ഗുഡ്. എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ്. ഓക്കെ, സെറ്റ്. അപ്പം ഇത് നോക്കിയാൽ നമ്മൾ പറഞ്ഞു എന്ത്, നമ്മളെ മൂണ് നമ്മൾ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതും ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എന്താണ്, നമ്മുടെ സർക്കുലർ പാത്താണ് അല്ലെ. സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. അവിടെ എന്തുണ്ടാകുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഈ പിക്ചർ ക്ലിയർ അല്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കിയാൽ ഇത് എർത്താണ് കേട്ടോ, ഇത് എർത്താണ്. നമ്മളെ മൂൺ എന്ത് ചെയ്യാണ്, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. മൂൺ എന്ത് ചെയ്യാണ്, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സർക്കുലർ പാത്ത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കുലർ പാത്ത് അല്ലെ, സർക്കുലർ മോഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പൊ ഇവിടെ എന്തുണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട് അല്ലെ, ഫോഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ സെന്റർ. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താണ്, എർത്ത് നമ്മൾ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, അവിടെ എന്താണ്, സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്, അവിടെ എന്തുണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഓൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ അല്ലെ. ഇവിടെ സെന്റർ എന്ന് പറയുന്നത് ആരാണ്, സണ്ണാണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കറിയാം ഇവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട് അല്ലെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സും അതുപോലെ തന്നെ വേറൊരാളും കൂടെ ഇവിടെ ബാലൻസ് ചെയ്തിട്ടാണ് ഈ മോഷൻ നടക്കുന്നത്. അതാരാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുകയാണ് എന്തെന്നറിയോ, നമ്മളെ സണ്ണ് നമ്മളെ എർത്തിന് എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് തിരിച്ചു എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്നാ പറയുന്നത്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. ആ അട്രാക്റ്റീവ് ഫോഴ്സും ഈ സെൻട്രിപിറ്റൽ ഫോഴ്സും കൂടെ പരസ്പരം ബാലൻസ് ചെയ്തിട്ടാണ് പോണത്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാൻ പറ്റും, ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് is provided by the attractive force between earth and sun. നിങ്ങൾ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കുക. ഇവിടെ എന്തുണ്ട്, ഈ സണ്ണ് എർത്തിനെ എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് എർത്ത് സണ്ണിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. സർക്കുലർ മോഷൻ ആണെങ്കിലോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മൂണ് എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, എർത്ത് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മൂണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പോയിന്റും അല്ലെ, ഈ സെൻട്രിപിറ്റൽ ഫോഴ്സും ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഒക്കെ ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. യെസ്, ഇനി നമ്മൾ പോയിന്റിലോട്ട് പോവാണ്. കുട്ടികളെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട് അല്ലെ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇവ രണ്ട് തമ്മിൽ ഈക്വൽ ആയിരിക്കും, ബാലൻസ് ചെയ്തിട്ട് പോവാണ് ചെയ്യുക കേട്ടോ, അട്രാക്റ്റീവ് ഫോഴ്സ്. നമുക്ക് ഇയാളെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ആരെ കുറിച്ചാണ്, അട്രാക്റ്റീവ് ഫോഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. അട്രാക്റ്റീവ് ഫോഴ്സ് ഈ സെന്ററിലെ നമ്മളെ സണ്ണും എർത്തും തമ്മിൽ എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ, അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ അല്ലടാ. അപ്പൊ ഇനി പറയാണ്, നമ്മളിപ്പോ പറഞ്ഞു എർത്തും സണ്ണും തമ്മിൽ എന്ത് ചെയ്യുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ എല്ലാ ഒബ്ജക്ട്സും, എർത്തും സണ്ണും മാത്രമല്ല, എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. ഈ എർത്ത് നമ്മളെ എന്താവട്ടെ, ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാനും അവളും തമ്മിൽ എന്താണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. എല്ലാ ഒബ്ജക്ട്സും, ഇതൊരു പെന്നുമാണ്, ഇതൊരു ബുക്കാണ്, ഈ രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ എന്തെങ്കിലും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. എല്ലാ ഒബ്ജക്ട്സും, എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. എല്ലാ ഒബ്ജക്ട്സും, എല്ലാതും. അതാണ് നമ്മളെ ന്യൂട്ടൺ പിന്നീട് എന്ത് ചെയ്യാണ്, ഇതിനെ കുറിച്ചിട്ടൊരു ലോ ഉണ്ടാക്കുകയാണ്. ആ ലോനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിനുശേഷമാണ് ഗ്രാവിറ്റേഷൻ എന്താണ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ റെഡി ആണോ? ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയോ? ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓക്കെ ആണോ? അല്ലെ, എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫയർ തന്നെ ഞാൻ നോക്കട്ടെ, എത്ര പേർക്ക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി, റെഡി ആയെന്ന്. ഓക്കെ, നോക്കട്ടെ.
കുട്ടി ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഗുഡ് ക്വസ്റ്റ്യൻ. ആരാണ്? ജൂലിയ. വെരി ഗുഡ്. അപ്പൊ ചോദിക്കുകയാണ് എന്താണ് ഡൗട്ട് എന്ന് വെച്ചാൽ അവള് ചോദിക്കുകയാണ്, നമുക്കറിയാം മാം പറഞ്ഞു ഈ ഒരു സർക്കുലർ മോഷന് റെസ്പോൺസിബിൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ എർത്ത് മൂണും റിവോൾവ് ചെയ്യുന്ന സമയത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ് പെട്ടെന്ന് ഇല്ലാന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ടാൻജൻഷ്യൽ ആയിട്ട് ഇപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് പെട്ടെന്ന് ഇല്ലാതായി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ മൂൺ എന്ത് ചെയ്യും? ഇങ്ങനെ തെറിച്ചു പോകും. അതായത് നമ്മുടെ ഈ ഒരു സർക്കുലർ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ട്, അല്ലെ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാണ് ചെയ്യട്ടോ. ഓക്കെ, അതായത് ഞാൻ ഒരു പോയിന്റ് പറയുന്നില്ല, ഇഫ് ദർ ഇസ് നോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ദെൻ ദ ബോൾ വിൽ ഗോ ടാൻജൻഷ്യലി ടു ദ സർക്കുലർ പാത്ത് പറഞ്ഞ നമ്മളൊരു പോയിന്റ് പഠിച്ചില്ലേ, അതേ പോയിന്റ് ആണ് ഇവിടെയും വരെ കേട്ടോ. മൂന്ന് എന്തെയും ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നു വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ഓക്കെ, യെസ്, അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാണ്. ഇത്രയും നേരം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറഞ്ഞു പോയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അട്രാക്റ്റീവ് ഫോഴ്സിനെ കൂടുതൽ ഡിഫൈൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഫോഴ്സ്, അല്ലെ, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഇയാളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഒരു ലോ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ലോ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മൾ പഠിച്ചു എന്തുണ്ട്? എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് നീന്തുന്നുണ്ട്, മൂണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, എർത്ത്, മൂണ്, സൺ ഇവരൊക്കെയാണ് വലിയ ആൾക്കാർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവർ തമ്മിൽ മാത്രമായിരിക്കും ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഇവർ തമ്മിൽ മാത്രല്ലടാ, എല്ലാരും. ഇപ്പൊ ഒരു ചക്കയും ഒരു മാങ്ങയും അപ്പുറത്തുണ്ട്, ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. എല്ലാവരും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ മൂണും എർത്തും സണ്ണും എർത്തും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാവരും തമ്മിൽ ഇത് ഉണ്ട് കേട്ടോ. നമ്മളൊരു ചക്കയും മാങ്ങ എടുക്കുമ്പോൾ വലിയ രസമല്ലല്ലോ, കുറച്ച് സ്റ്റാൻഡേർഡ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ എർത്തും മൂണൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതേ മിസ്സേ സാറ്റലൈറ്റ് ചെയ്യുന്ന യെസ് 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 സാറ്റലൈറ്റിന്റെ കാര്യത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇതൊരു ലോ ആണ്, ന്യൂട്ടൺ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആള്. അപ്പൊ അറിയാം കുറച്ച് എന്താണ് മൂപ്പരുടെ ഇടയിൽ അല്ലെ, മൂപ്പര് എടുത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് ആദ്യം ഡെഫിനിഷൻ പഠിക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കും, അല്ലെ? അതാണ് നമ്മളുടെ ഒരു 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 വേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇത് എർത്താണ്, അല്ലെ? നമുക്ക് ഒരു ഒബ്ജക്ട്, രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇത് എന്തോ കേട്ടോ, ഞാൻ ഒരാൾക്ക് എം എന്നും കൊടുത്തു, ഒരാൾക്ക് സ്മോൾ എമ്മും ഒരാൾക്ക് ക്യാപിറ്റൽ എമ്മും. പിന്നെ ഇവർ രണ്ടാളുടെയും സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്നെടുക്കുന്നു. ഡി, സ്മോൾ ഡി, സ്മോൾ ഡി. ഇതാണ് സംഭവം. ഇത്രയുള്ളൂ. ഞാൻ വരച്ചിട്ട് എന്താണ്, രണ്ട് ഒബ്ജക്ട്സിന് ഒരാൾക്ക് ക്യാപിറ്റൽ എമ്മും ഒരാൾക്ക് സ്മോൾ എം എന്നും കൊടുക്കുന്നു. ആൻഡ് ദ ഡിഫറൻസ് അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വി ടേക്കൻ ആസ് ഡി, സ്മോൾ ഡി. ഓക്കെ, സെറ്റ്. അപ്പം ന്യൂട്ടൺ പറയാണ് എന്ത്? എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്ട്സ് വിത്ത് എ ഫോഴ്സ്. ആൻഡ് ദാറ്റ് ഫോഴ്സ്, അല്ലെ, ആ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് ദാറ്റ് ഫോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ദാറ്റ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. നമ്മളെ മാസസ് ഏതൊക്കെയായിരുന്നു? എമ്മും എമ്മും ആണ്, അല്ലെ? സോ ക്യാപിറ്റൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്, രണ്ടിന്റെയും പ്രോഡക്റ്റ് എം ഇൻറ്റു എം. പിന്നെ എന്താ പറയുന്നത്? അതിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നെക്സ്റ്റ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡി ആണ്, അല്ലെ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ വേണിട്ട് കൊടുക്കാൻ, അതായത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/, എന്ന് എഴുതുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത് കേട്ടോ. മിസ്സേ പാട്ട് പാടോ? എടാ, ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചാപ്റ്റർ വൺ ഷോട്ട് ആയിട്ട് തീർക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മാസ്റ്റർ പാട്ട് പാടോ ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്, അല്ലെ? എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ ഓളത്തിൽ ചാപ്റ്റർ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിന്റെ ആവശ്യമുള്ള എല്ലാ സംശയങ്ങളും ചോദിച്ചോ, എന്തായാലും ക്ലിയർ ചെയ്ത് തരും. ലാസ്റ്റ് പാട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിരിക്കൂ, അല്ലെ? ഇപ്പൊ ഉള്ള പോലെ തന്നെ നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങൾ സെറ്റ് ആണ്, ഓക്കെ ആണ്, എവറിഥിങ് ഇസ് ഫൈൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കാര്യം ന്യൂട്ടൺ പറയാണ്, അല്ലെ? എല്ലാ ഒബ്ജക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളെ, നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ.
ദിസ് ഇസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാ പോയിന്റ്സ് എന്ത് ചെയ്യണം, എഴുതണം. എന്താണ്? എവറി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്ട്സ് വിത്ത് എ ഫോഴ്സ്. അല്ലെ, നമുക്ക് മൈൻഡിൽ വേണം ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ എഴുതി വെക്കണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് തരും. ബാക്കി 1 മാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ കുറെ അല്ലെ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കൂലേ, ഈ റിലേഷൻസ് ഒക്കെ അല്ലെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യും, അതിനാണ് ബാക്കി 1 മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ഇത്രയും റെഡി ആണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ എനിക്കൊരു ഫയർ തന്നെ ഞാൻ നോക്കട്ടെ. എത്ര പേര് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി? എത്ര പേർക്ക് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. എത്ര പേര് റെഡി ആണെന്ന് നോക്കട്ടെ. പോരട്ടെ, എനിക്കൊരു ഫയർ തരൂ, ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് ഈ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി. Then we will go straightly to the topic. Okay, set. Thank you. Okay, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതാൻ പോവാണ്. എന്താണ്? ഇയാളുടെ മാസ്, വലിയ ആളുടെ നമുക്ക് ക്യാപിറ്റൽ എമ്മും ചെറിയ ആൾക്ക് എന്ത് ചെയ്യാം, സ്മോൾ എം എന്നും കൊടുക്കാം. ആൻഡ് ഇവര് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. എന്താണ് റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇവരെ സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ പറയാണ് അല്ലെ, എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. ഈ എം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഫോഴ്സ് ഈസ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്താണ്, ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം. പിന്നെന്താ, ദാറ്റ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കൂടുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുന്നു എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പിന്നെ ഒരു കാര്യം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നേരെ എങ്ങനെ എഴുതി വെക്കുക, ഇൻവേഴ്സ്ലി ആണെങ്കിൽ ഇതിനാണ് ഇൻവേഴ്സ്ലി. ഈ ഒരു പോയിന്റും വേണം നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യം ചേർത്ത് ഞാൻ എഴുതാണ്. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എം അല്ലെ, പിന്നെയോ എം ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഇതിനെ ചേർത്ത് എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതാം. അപ്പൊ കുട്ടികളെ, ഇപ്പൊ നമുക്കൊരു റിലേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. ഈ പ്രൊപ്പോർഷനാലിറ്റീനെ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാനൊക്കെ പണ്ട് എന്താ ചെയ്തിരുന്നത്, ഇക്വേഷൻ ആക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ ഇയാളങ്ങോട്ട് കളഞ്ഞിട്ട് വെട്ടി കളഞ്ഞിട്ട് ഇവിടെ ഈക്വൽ ടു ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം എന്നാ പഠിച്ചേ? എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. യെസ്, വെരി ഗുഡ്. ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ എ കോൺസ്റ്റന്റ്. എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഈ പ്രൊപ്പോർഷനാലിറ്റിനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റുള്ളൂ അല്ലെ. യെസ്, സോ എഫ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും, എ കോൺസ്റ്റന്റ്. ബാക്കിയുള്ളവർ അതുപോലെ എഴുതാ, കോൺസ്റ്റന്റ് ഇൻറ്റു m divided by d square. This is the equation for universal law of gravitation. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോൺസ്റ്റന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. നമ്മളെ സയന്റിസ്റ്റ് പറയാണ് ഈ കോൺസ്റ്റന്റിന്റെ പേരെന്ന് പറയുന്നത് ജി ആണ്. ജിക്ക് ഒരു പേരുണ്ടെന്നാണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കേട്ടോ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹാവിംഗ് എ വാല്യൂ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂ ആണ്. എത്രയാണ്, 6.67 ഇൻറ്റു 10⁻⁻11 ആണ് വാല്യൂ. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം ⁻². യൂണിറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, സിമ്പിൾ അറിയാം. ജി ആണ്. ജിന്റെ പേര് നിങ്ങൾ MCQല് ചോദിക്കൂട്ടോ. എന്താണ് ജീനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്നുള്ള സംഭവം കിട്ടിക്കഴിഞ്ഞാൽ മതി കേട്ടോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ള പോയിന്റ് എപ്പോഴും വേണം. ഓക്കെ, സെറ്റ് മറക്കരുത് കേട്ടോ. എന്താണ് ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ട് അവിടെ എഴുതി വരാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസ്റ്റന്റ് ജി എന്ന് കൊടുക്കുകയാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഡിവൈഡഡ്
by d square എന്ന് കിട്ടുന്നു. And this is equation for universal law of gravitation. ഈ ഇത്രയും കാര്യങ്ങള് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് എത്ര മാർക്കാണോ പറഞ്ഞിട്ടുള്ളത് അത് ഫുൾ ആയിട്ട് കിട്ടും. പിന്നെ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും എനിക്ക് കാര്യം പറയാനുള്ളത്, ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഈ ഒരു പാർട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോകേണ്ടത്, ഞാൻ ഇതിനൊരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? കാണുക കേട്ടോ. ഈ ഒരു പ്രോബ്ലത്തിന്റെ ഈ ഒരു ടോപ്പിക്കിന്റെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കണ്ടാൽ മതി. 9 CBSE ചാനൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കുട്ടികളെ നമ്മൾ പറയാണ് എവറി ഒബ്ജക്ട്സ് അല്ലെ, ഒരു ആപ്പിളും ഒരു മാംഗോയും ഉണ്ട്. എന്തുണ്ട്? എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഒരു ആപ്പിളും ഈ ഒരു മാംഗോയും മാത്രമല്ല, എല്ലാവരും ഇപ്പൊ ഞാനും നിൽക്കുന്നു, എന്റെ ഫ്രണ്ടും നിൽക്കുന്നു, ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ. ഞാൻ അവളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അവൾ എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു ആപ്പിള് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്തിലേക്ക് ചാടുന്നു അല്ലെ, എർത്തിലേക്ക് ചാടുന്നു. ഇതിന് കാരണം എന്താ നമുക്കറിയാം? ബിക്കോസ് എർത്ത് അട്രാക്ട് ആപ്പിൾ ആൻഡ് ആപ്പിൾ അട്രാക്ട്സ് എർത്ത് അല്ലെ. തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ്. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി ആണ് പറയാ കേട്ടോ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഒരു ഒബ്ജക്റ്റ് എർത്ത് ആണെങ്കിൽ നമ്മൾ അവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നാണ് കേട്ടോ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നാണ് നമ്മൾ പറയാ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി? ഇറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ എർത്ത്. അപ്പം ഞാനും എന്റെ ഫ്രണ്ടും തമ്മിലുള്ള ഫോഴ്സ്, എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്, രണ്ട് ഒബ്ജക്ട്സ് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. എന്നാൽ ഒരു ഒബ്ജക്റ്റിനെ എർത്ത് അട്രാക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനും എർത്തും തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കേട്ടോ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എർത്ത് ആണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഇനി ആരും മറക്കാൻ പാടില്ല കേട്ടോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ എർത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഒരു പോയിന്റ് മിസ്സാക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പൊ അതുകൊണ്ടാണ് അല്ലെ ആപ്പിള് താഴേക്ക് വീഴുന്നത്. എന്തുകൊണ്ടാണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, നമ്മളത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ ആരൊക്കെ കൂടുതൽ ഫ്രീ ഫോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഒന്ന് പറഞ്ഞേ, ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറഞ്ഞേ ഫ്രീ ഫോൾ. മിസ് ഐ ലൈക്ക് ദിസ് ചാപ്റ്റർ. ആരാ പറയുന്നേ? അതു. വെരി ഗുഡ് എടാ. പറ, എന്താ ഫ്രീ ഫോൾ? ഫ്രീ ഫോൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മളൊരു ഒബ്ജക്റ്റിന് താഴേക്ക് ഇടാന്ന് വിചാരിച്ചോ, അത് ഫ്രീ ആയിട്ട് താഴേക്ക് വീഴൂലേ അല്ലെ? ഡ്യൂ ടു നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റ് മുകളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? താഴേക്ക് വീഴൂല്ലേ? ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഗ്രാവിറ്റേഷൻ സെയിം ആണെടാ. പക്ഷെ എർത്ത് ആണെങ്കിൽ അത് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയും അല്ലെ. വേറെ രണ്ട് ഒബ്ജക്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ മനസ്സിലാക്കുക. നമ്മളിപ്പോ ഞാനും എന്റെ ഫ്രണ്ടും എന്തോ ഒരു ചക്കയോ ഒരു മാങ്ങയോ ഞങ്ങൾ തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. എന്നാൽ ഞാനും എർത്തും തമ്മിലുള്ള ഫോഴ്സിനെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും കേട്ടോ. ഗ്രാവിറ്റി ആക്ച്വലി രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടും സെയിം ആണ്. പക്ഷെ എർത്ത് ആണെങ്കിൽ നമ്മൾ അതിന്റെ സ്പെഷ്യലൈസ്ഡ് പേര് പറയും, ഗ്രാവിറ്റി എന്ന് ചേർത്ത് പറയും. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞ ആരെങ്കിലും ഫ്രീ ഫോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ കാണിച്ചൊരു എക്സാമ്പിള് ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും താഴേക്ക് ചാടി അല്ലെ, പാരഷൂട്ടൊക്കെ ഓൺ ആയിട്ട് അങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നമ്മളെ കൂട്ടത്തില്? പറയാം. നമ്മുടെ ഡെഫിനിഷൻ ഒക്കെ പറയുന്നുണ്ട് ഫഹദ്. വെരി ഗുഡ്. ഓക്കെ, പോരട്ടെ. ആരെങ്കിലും ഇങ്ങനെയുള്ള കേസസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഒബ്ജക്റ്റിന് താഴേക്ക് ഇട്ടാൽ അത് ഫ്രീ ഫോൾ ആണ് അല്ലെ. നമുക്കറിയാം അവിടെയുള്ള ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റി മാത്രമാണ്. എർത്ത് മാത്രമാണ് അതിനെ അട്രാക്ട് ചെയ്യുന്നത്. അവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. നമ്മൾ നെഗ്ലക്ട് ചെയ്യേണ്ട എയർ റെസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരേ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതാരാണ്? ഗ്രാവിറ്റി മാത്രമാണ് അല്ലെ. ഭൂമി മാത്രമാണ് അതിനെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, പറ. ഞാൻ ചെയ്തിട്ടുണ്ട്. റെജീന പറയുന്നു ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ അതില് ചെയ്തിട്ടുണ്ട്. പിന്നെ
അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വീഴുന്ന സമയത്ത് അല്ലെ, താഴേക്ക് വീഴുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ വലിയൊരു ഫീൽ ആയിരിക്കും, നമുക്ക് വെയിറ്റ്ലെസ്, ഭയങ്കര രസമായിരിക്കും അല്ലേ. ഇങ്ങനെ മനസ്സിൽ പേടി ഉണ്ടാവും, നല്ലൊരു ധൈര്യം ഉണ്ട്, പാരച്യൂട്ട് ഓൺ ആവും എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ വീഴുന്ന സമയത്ത് ഒരേ ഒരു ഫോഴ്സ് അവിടെ ഉള്ളൂ, ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ. താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ, താഴേക്കുള്ള ആ ഒരു ഗ്രാവിറ്റി മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ. ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു കല്ലിനെ മേലോട്ട് ഇടാന്ന് വിചാരിച്ചോളൂ. ഒരു കല്ലിനെ ഞാൻ മേലോട്ട് വിട്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഓക്കെ, അല്ലെ. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ്, ഒരു ഒബ്ജക്റ്റ് എന്താണ് fall down towards the earth only due to the influence of earth's gravitational force, അല്ലെങ്കിൽ ഗ്രാവിറ്റി കൊണ്ട് മാത്രം എന്താണ് ആ ബോഡി താഴേക്ക് വീഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ ഒരു സാറ് പറഞ്ഞതാണ്, അയാൾക്ക് എന്താ പറയാ ഫിസിക്സിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. മുപ്പര് എന്ത് ചെയ്ത് ഫ്രീ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഫ്രീ ഫോൾ എടുത്ത്. അപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുക്കണം, ആ ഒരു സമയത്ത് നമുക്ക് നമ്മള് വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും, നമ്മളൊരു പക്ഷിയാണെന്ന് തോന്നും, നമ്മളിങ്ങനെ എല്ലാ ഫ്രീഡം ഉള്ള ഒരാളാണെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞതിന് ശേഷം മുപ്പര് എന്ത് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഫ്ലാറ്റിലായിരുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ തോന്നുന്നു താഴേക്ക് വീടെന്ന് പറഞ്ഞ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാലക്കൊടിഞ്ഞാ പറഞ്ഞേ. പിന്നെ പറയൂ, ഓക്കെ, പറയൂ പറയൂ പറയൂ. പിന്നെ മാം വൈ ദ ഒബ്ജക്ട് ഇസ് നോട്ട് ഗോയിങ് അപ്വേർഡ്. എടാ മേലോട്ട് പോകാത്തതാണ്, നമ്മള് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പറ. അപ്പൊ ഇനി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മളിപ്പോ ഒരു കല്ല് മേലോട്ടിട്ട് കല്ല് താഴേക്ക് വീഴുന്ന സമയത്ത് എന്താണ് എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യും, കല്ല് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, താഴേക്ക് വീഴുന്നു അല്ലെ, താഴേക്ക് വീഴുന്നുണ്ട്. അവിടെ എന്താണ് ഗ്രാവിറ്റി മാത്രമാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഫ്രീ ഫോളിന്റെ ഒരു ഡെഫിനിഷൻ നോക്കിയേ, when object falls down towards the earth only due to the influence of earth's gravity. ഓക്കെ, ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റി എന്ന് കേട്ടോ, ഗ്രാവിറ്റി. ഓക്കെ, സെറ്റ്. സോ ഗ്രാവിറ്റി, അപ്പൊ അവിടെ ഉണ്ടാകുന്ന അല്ലെ മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ, അതായത് കല്ലെന്തിനാ താഴേക്ക് എത്തുന്നുണ്ട്. മൂവ്മെന്റ് മീൻസ് അതിന് സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആക്സിലറേഷനിൽ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ആക്സിലറേഷൻ കൊടുക്കുന്നത് അല്ലെ ഗ്രാവിറ്റി കൊണ്ടാകാൻ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ആക്സിലറേഷൻ ഇസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ നോക്കിയ കുട്ടികളെ, ഇതെന്താണ് ഫ്രീ ഫോൾ ആണ് അല്ലെ, ഫ്രീ ഫോൾ. ഇതും ഫ്രീ ഫോൾ ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രാവിറ്റി മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് താഴേക്ക് ഉണ്ടാകുന്നത്. സോ ഗ്രാവിറ്റി മാത്രമാണ്. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞ എന്താണ് പറയടാ. ഫഹദ് എന്തോ ഡൗട്ട് ചോദിക്കുന്നുണ്ടല്ലോ, പറ ഡൗട്ട് ചോദിക്കേ. അപ്പൊ ഗ്രാവിറ്റി ആണ് അല്ലെ, ഗ്രാവിറ്റി ആണ് അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഗ്രാവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. സോ ദാറ്റ് വി ക്യാൻ സീ ദാറ്റ് ദിസ് ആക്സിലറേഷൻ ആസ് എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ സെറ്റ് ആണ് അല്ലെ. ഓക്കെ, ഡൗട്ട് കാണുന്നില്ലടാ, പറ. ഓക്കെ, അപ്പൊ അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ കുറിച്ചിട്ടാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നോക്കിയേ കുട്ടികളെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് കേട്ടോ. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ എർത്തിന്റെ സർഫസിൽ നമ്മൾ ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ എർത്തിന്റെ മാസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എമ്മും നമ്മുടെ ആപ്പിളിന്റെ മാസ് നമുക്ക് സ്മോൾ എമ്മും ആയിട്ടും കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കൊടുക്കാം, ഇവർ തമ്മിലെ ഡിസ്റ്റൻസിനെ എന്ത് കൊടുക്കാം, ഡി എന്നല്ലേ. ഇത്രയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അവർ മാസസ് എന്ന് പറയുന്നത് എമ്മും അല്ലെ, സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് ആസ് ഡി. ഓക്കെ, സെറ്റ്.
അപ്പം നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F is equal to G into ഒരാളെ മാസ് ഇൻറ്റു മറ്റേയാളെ മാസ് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം d². കുട്ടികളെ നമ്മൾക്ക് അറിയാം ഈ ആപ്പിൾ ആക്ച്വലി കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ എർത്തിന്റെ സർഫസിലാണ് അല്ലെ. അപ്പൊ നമ്മൾ അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ എർത്തിന്റെ സർഫസിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡി നമുക്ക് എന്ത് ചെയ്യാം? എർത്തിന്റെ റേഡിയസ് ആയിട്ട് എടുത്താൽ പോരെ അല്ലെ? കറക്റ്റ് എർത്തിന്റെ സർഫസിലല്ലേ ഇരിക്കുന്നേ. സോ ദാറ്റ് നമുക്ക് ആ ഡീനെ എന്ത് ചെയ്യാം? ആർ എന്ന് കൊടുക്കാം അല്ലെ. സോ ഡി സിക്വൽ എന്ത് ചെയ്യാണ്? ആർ എന്ന് കൊടുക്കാം. ആർ മീൻസ് റേഡിയസ് ഓഫ് എർത്ത് ആണ് കേട്ടോ, റേഡിയസ് ഓഫ് എർത്ത്. സോ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന്, ആർ സ്ക്വയർ അല്ലെ. പിന്നെ നമ്മള് ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേ? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു അതിന്റെ ആക്സിലറേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. ഗ്രാവിറ്റി ആണ് ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ. സോ എനെ നമുക്ക് എന്ത് കൊടുക്കാം? ജി എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെ. എനെ നമുക്ക് ജി എന്ന് കൊടുക്കാം. സോ എഫ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എം ജി. അതുപോലെ മറ്റൊരു എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഇക്വൽ ടു ജി ഇൻറ്റു എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ രണ്ട് എഫും സെയിം അല്ലേ അല്ലെ, രണ്ട് ഫോഴ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആണെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു. ഒന്നിനെയും രണ്ടിനും എന്ത് ചെയ്യാം? നമുക്ക് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ രണ്ട് ഇക്വലിന്റെ അപ്പുറത്ത് നോക്കി, ഇക്വൽ ടുന്റെ അപ്പുറത്തും ഇപ്പുറത്തും എം ഉണ്ട്. സോ രണ്ടിനെയും കട്ട് ചെയ്ത് കളയാം. സോ ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. This is the equation for G, that is acceleration due to gravitational equation ആണത്. Okay, this is നോക്കിയേ G is equal to എന്താണ്? G is equal to മാം എർത്ത് ഫ്ലാറ്റ്. എർത്തിന്റെ ഷേപ്പ് ആക്ച്വലി ഇങ്ങനെയല്ലടാ വരുന്നേ കേട്ടോ. നിങ്ങൾക്ക് സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ 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 ഇക്വറ്റോറിയൽ പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് പോകണം. ഓക്കെ ഓക്കെ. ജീനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് നമ്മൾ പറയട്ടെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷെ ഈ വാല്യൂ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റു എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്. എർത്തിന്റെ മാസ് മെഷർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞുതരാണ് സയന്റിസ്റ്റ് എത്രയാണ്? 6 ഇൻറ്റു 10⁻24 ആണ്. പിന്നെ ആറിന്റെ വാല്യൂ അതുപോലെ നമുക്ക് അളന്ന് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതൊക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കേട്ടോ. 6.4 ഇൻറ്റു 10⁻6. അപ്പൊ നമ്മൾ ഇത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 9.8 ആണ് അതിന്റെ വാല്യൂ. ആൻഡ് ദ യൂണിറ്റ് ഈസ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും 9.8 ആയിരിക്കും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ ആക്സിലറേഷൻ ആണ്. സോ ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഇസ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. സോ ഈ ഒരു പോയിന്റ് എല്ലാവരും പഠിച്ചു വെക്കുക. നമ്മൾ ആകെ എന്തേ പഠിച്ചിട്ടുള്ളൂ കുട്ടികളെ? നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ കാണുന്നത് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ എല്ലാവരും ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റിലോട്ട് വരിക. എന്താണ് നമ്മൾ പറയുന്നത്? എം ജി ഇസ് ഈക്വൽ ടു എന്താണ്? ജി ഇൻറ്റു എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. എം എം കട്ട് ചെയ്യുന്നു അല്ലെ. എം എം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ജി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ജി എം divided by r square, and that is acceleration due to gravity, and this is having a value എത്രയാണ്? 9.8 meter by second square. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഒരേ ഒരു കാര്യം നമുക്കറിയാം, ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് നമുക്കറിയാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ജി ആണ് അല്ലെ. എ എന്ന് പറയുന്നത് ജി ആണ്.
And F is equal to gravitational force in the equation നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് G into mm divided by r square. നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ m കട്ടായി പോകും. സോ സിമ്പിൾ ആയിട്ട് G is equal to എന്ത് കിട്ടും? ഇത്രയും ബാക്കി വരുന്നത് നമ്മൾ എഴുതി വെക്കുന്നു. ദാറ്റ് ഈസ് gm divided by r square. ഇവിടെ m എന്ന് പറയുന്ന മാസ് ഓഫ് എർത്ത് ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. സോ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് 9.8 meter by second square. സിമ്പിൾ. ഓക്കെ, യെസ്, പറയൂ. ഓക്കെ, അതുപോലെ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് സിമ്പിൾ ആയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം എഴുതാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബൈ എർത്ത് വെൻ 1 kilogram സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്ലെയിൻ 1 more എന്ന് പറഞ്ഞ കുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പം നിങ്ങളോട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ എഴുതാം. എങ്ങനെയാണെന്ന് അറിയോ? ഇറ്റ് ഈസ് ദി എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് when 1 kilogram substance അല്ലെ എന്താവാം substance is placed on the surface of earth. ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി മറ്റേത് എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേടാ? ഇത് ഓക്കെ അല്ലേ? ഇതാണ് 9.8 എങ്ങനെ കിട്ടിയതാണ് ഈസിയായിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഫയർ തന്നെ എങ്ങനെയാണ് വേഗം നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നമ്മൾ ഈ സിമ്പിൾ ആയിട്ട്, അതായത് പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു പോവാം. വീണ്ടും പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പറയൂ പറഞ്ഞേ. ഫഹദ്, ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ ആൻസർ പറയാൻ പോകുന്നത് കേട്ടോ. പറയട്ടെ. ഓക്കെ, പറയൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നമുക്ക് ഇവിടെ ഫ്ലോട്ടേഷൻ എന്നുള്ള പാട്ട് കിടക്കുന്നുണ്ട്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെ, കുറെ കാര്യങ്ങൾ ഇനിയും പഠിക്കാണ്ട്. സോ എല്ലാ കുട്ടികളും അല്ലെ ഇത്രയും നേരം ഇരുന്ന പോലെ തന്നെ വളരെ ക്ഷമയോട് കൂടെ ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, മാസ് വെയിറ്റ്. ഇത് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാസ് എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. ഇപ്പം മാസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഷുഗറിന്റെ മാസ് ആണെങ്കിൽ അതിൽ എത്രത്തോളം ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. എന്താണ് മാസ് എന്ന് പറയുന്നത്? എന്നാൽ വെയിറ്റ് ആണെങ്കിൽ, ഇപ്പൊ നമ്മള് വെയിറ്റ് ആണെങ്കിൽ എന്താ പറയുക, ഫോഴ്സ് വിത്ത് വിച്ച് അട്രാക്ട് ടുവേർഡ്സ് എർത്ത്, അതായത് അതിന് ഗ്രാവിറ്റി കൊണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാസ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് വിത്ത് വിച്ച് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ എർത്ത്. ഇപ്പൊ നമ്മള് 1000 മാസ് ഉള്ള ഷുഗർ ആണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് 1000 ആയിരിക്കും. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. എന്നാൽ നമ്മളോട് ചോദിക്കേണ്ട അതേ ഷുഗറിന്റെ വെയിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000നെ എന്ത് ചെയ്യണം? G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് G is having a value 9.8. 1000നെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേടാ? യെസ്, ഓക്കെ, സെറ്റ്. Okay, നോക്കിയേ, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് വിത്ത് വിച്ച് ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എർത്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മാസ് ഈസ് ഓൾവേസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് ഇസ് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. ബിക്കോസ് നമ്മൾക്ക് അറിയാം ഇതൊരു ഫോഴ്സിന്റെ ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. ദ ഫോഴ്സ് വിത്ത് വിച്ച് അട്രാക്റ്റഡ് ടുവേർഡ്സ് എർത്ത് എന്നാണ്. അതുകൊണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ അല്ലടാ? ന്യൂട്ടൺ ആയിരിക്കും കേട്ടോ. ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, സെറ്റ്.
അപ്പൊ ഈ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, എന്താണെന്ന് നോക്കിയേ, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ 2 പോയിന്റ് ഉണ്ടായാൽ മതി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്കെയിലർ ആണ് വെക്ടർ എന്നുള്ള പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. യൂണിറ്റ് ഒന്നിന്റെ ആള് കിലോഗ്രാം ആണ്, ഒന്നിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് ആണ് പറയുന്നത്. വെയിറ്റ് ആക്കണമെങ്കിൽ ആ 1000ത്തിന് എന്ത് ചെയ്യണം, 9.8 കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ദിസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും ഇവിടെ ശ്രദ്ധിക്കുക. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആപ്പിൾ മൂവ്സ് ടുവേർഡ്സ് എർത്ത് ബട്ട് വൈ നോട്ട് എർത്ത് ടുവേർഡ്സ് ആപ്പിൾ? അല്ലെ, ആപ്പിൾ എർത്ത് ടുവേർഡ്സ്, അല്ലെ, ആപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന് ടുവേർഡ്സ് ആയിട്ട് താഴേക്ക് ചാടുന്നുണ്ട്. പക്ഷെ എർത്ത് എന്ത് ചെയ്യുന്നില്ല, ആപ്പിളിലോട്ട് വന്ന് ചേരുന്നില്ലല്ലോ. ഇതിന്റെ റീസൺ എന്താണ് ചോദിക്കുന്നത്. ആൻഡ് ഹിയർ യു ഹാവ് 3 ഓപ്ഷൻസ്. അപ്പൊ കുട്ടികളൊന്ന് പറഞ്ഞേ, ഇതിലേതാണ്? എ ആണോ, ബി ആണോ, സി ആണോ? റൈറ്റ് ആൻസർ എന്നൊന്ന് കമന്റ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. പറയൂ. മിസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമോ? എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരിക്കലും ഒരു മാസിനെയും വെയിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എർത്തിന്റെ മാസിനെ മാത്രമാണ്. എർത്തിന്റെ മാസിനെ കൂട്ടാനോ കുറക്കാനോ നമുക്ക് പറ്റില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് എല്ലാ ഒബ്ജക്ട്സിനും ഒരേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എ ബി സി, ബിക്കോസ് എർത്ത് ഹാസ് മോർ മാസ്. പോരട്ടെ. പിന്നെ എയും സിയും ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ഗ്രേറ്റർ മാസ് ഓഫ് എർത്ത്, പിന്നെ എന്തെയോ ബിക്കോസ് ഓഫ് ലെസ്സർ മാസ് ഓഫ് ആപ്പിൾ. ഇതിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഇതിൽ ഞാൻ മനഃപൂർവ്വം ഇതിട്ടതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂട്ടോ. ബിക്കോസ് ഓഫ് ഗ്രേറ്റർ മാസ് ഓഫ് എർത്തും പറ്റും, ബിക്കോസ് ഓഫ് ലെസ്സർ മാസ് ഓഫ് ആപ്പിൾ എന്നും എഴുതാം. അതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൂവ്മെന്റ്, അല്ലെ, നമുക്കറിയാം ഇതിൽ ആർക്കാണ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്? ആപ്പിളിനാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. എർത്തിന് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല, നമ്മൾ കാണുന്നില്ല അല്ലെ. ആക്ച്വലി നമ്മള് ഗ്രാവിറ്റേഷന്റെ പ്രകാരം എന്താണ്, എർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നത്, ആപ്പിൾ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, താഴേക്ക് ആപ്പിൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എർത്ത് മൂവ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ ആക്കി എടുക്കാം അല്ലെ. ആക്സിലറേഷൻ മീൻസ് അതിനൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലെ. ആക്സിലറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അതായത് മാസ് കൂടിയ ആൾക്ക് ആക്സിലറേഷൻ കുറവായിരിക്കും, മാസ് കുറഞ്ഞ ഒരാൾക്ക് ആക്സിലറേഷൻ കൂടിയതായിരിക്കും. ദാറ്റ് മീൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. മാസ് കൂടിയാൽ എന്താണ്, ആക്സിലറേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് കുറവായിരിക്കും. അതായത് അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെ പറയാം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാസ് ആർക്കാണ് കൂടുതൽ? മാസ് ഹൈ ആർക്കാണ് മാസ് ഹൈ? എർത്തിനാണ് അല്ലെ. മാസ് ഹൈ ആയാല് എന്താണ്, ആക്സിലറേഷൻ കുറവായിരിക്കും. സോ ആക്സിലറേഷൻ ലെസ് അല്ലെ. ആക്സിലറേഷൻ ലെസ് മീൻസ് മൂവ്മെന്റ് ലെസ്. അതാണ് എർത്ത് അങ്ങോട്ട് മൂവ് ചെയ്യാത്തത്. എർത്തിന് വളരെ മാസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, മാസ് ലെസ് ആർക്കാണ്? ആപ്പിളിനാണ് അല്ലെ. മാസ് ലെസ് മീൻസ് മാസ് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആക്സിലറേഷന്. സോ ദാറ്റ് എന്താണ്, മൂവ്മെന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ അരിച്ചു പെറുക്കേണ്ടി വരും. സോ നിങ്ങൾ ഇവിടെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ആക്സിലറേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. മാസ് കൂടിയാൽ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ കുറവായിരിക്കും. സോ ദാറ്റ് ഹിയർ ആപ്പിളിനാണ് ആക്സിലറേഷൻ കൂടുതൽ. അതുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ ആപ്പിളിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. എർത്തിന് വളരെ സൈസ് കൂടുതലാണ്. അപ്പൊ എർത്തിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ വളരെ കുറവായിരിക്കും എന്ന് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ഓക്കെ അല്ലടാ? ഇത് ഓക്കെ അല്ലേ? നിങ്ങൾ ഒരേ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ദിസ് പോയിന്റ്. ആക്സിലറേഷന് ഞാൻ ബ്രാക്കറ്റിൽ മൂവ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂവ്മെന്റ് എന്ന് പറയും അല്ലെ, അതിനാണല്ലോ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല ആപ്പിളിന് താഴേക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? യെസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ്, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്ട് ഇൻക്രീസ് മാസ് കീപ് ദ സെയിം ദെൻ ദി
gravitational force between them will be. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, എ ബി സി. ഏതൊക്കെയാണ്? ഇൻക്രീസ്, ഡിക്രീസ്, റിമെയിൻസ് ദ സെയിം ആൻഡ് നൺ ഓഫ് ദി എബവ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് അല്ലെ, and f is inversely proportional to square of the distance between them. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് കുറയും അല്ലെ, ഡിസ്റ്റൻസ് നല്ലോണം കൂടിയാൽ ഫോഴ്സ് കുറയും. ദാറ്റ് മീൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ നമ്മളോട് എന്താ ചോദിച്ചാൽ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ഇൻക്രീസസ്, അപ്പൊ ഡിസ്റ്റൻസ് കൂട്ടിയാൽ ഫോഴ്സ് കുറയാണ് ചെയ്യുക. ദസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. അപ്പൊ എല്ലാ കുട്ടികളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്ലാപ്പ് ഫോർ യു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളോട് യൂണിറ്റ് ഓഫ് ജി ചോദിച്ചിട്ടുണ്ട്. ഓൾവേസ് ശ്രദ്ധിക്കുക, ജി ഇസ് ആക്സിലറേഷൻ അല്ലെ. ജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇറ്റ് ഇസ് എൻ ആക്സിലറേഷൻ. സോ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ആക്സിലറേഷന്റെ യൂണിറ്റ് തിരഞ്ഞെടുക്കുക. സോ ഹിയർ വി ഹാവ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ഈസ് ദി റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദി യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. ഓപ്ഷൻ എ. വെരി ഗുഡ്. ബി ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ കിലോഗ്രാം ബൈ ന്യൂട്ടൺ എന്നൊക്കെ. എനിക്ക് ഞാൻ വെറുതെ ഇട്ട യൂണിറ്റാ, എന്ത് തെറ്റിക്കരുത് കേട്ടോ. എ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ കുട്ടികളെ, നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പെട്ടെന്ന് പറയാൻ പോവാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ത്രസ്റ്റ് എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ ത്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ത്രസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വിവരമുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കും. എന്ന് പറഞ്ഞേ, ആരെങ്കിലും ത്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പറയൂ. ത്രസ്റ്റ് എന്ന് ആരാണ് കേട്ടിട്ടുള്ളത്? എടാ, ഇതിന്റെ യൂണിറ്റ് ചോദിക്കുന്നു വീണ്ടും. യൂണിറ്റ് ഓഫ് ജി. എടാ, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് ജി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇറ്റ്സ് ആക്സിലറേഷൻ. ഇതൊരു ആക്സിലറേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് നമുക്ക് അറിയാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? വെലോസിറ്റി ബൈ ടൈം. അങ്ങനല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? അവിടേക്കൊന്നും പോടാ, നിങ്ങൾ അവിടെ യൂണിറ്റ് പഠിക്കുന്നുണ്ട്. അതെന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷന്റെ യൂണിറ്റ്. ദാറ്റ് ഈസ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ. സോ നമ്മൾ ത്രസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെന്ന് പറഞ്ഞേ കേട്ടിട്ടുണ്ടെങ്കിൽ വേഗം പറ. എന്താണ് ത്രസ്റ്റ്? എന്താണെന്ന് പറഞ്ഞേ. വെരി ഗുഡ് നാജു, വെരി ഗുഡ്. പിന്നെ ആരൊക്കെയാ പറയുന്നേ? ആദർശ്, വെരി ഗുഡ്. ആ പോരട്ടെ. ഡാനി, പിന്നെ പറയട്ടെ. നൂറ, പറയൂ. ആ വെരി ഗുഡ്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ത്രസ്റ്റ് എന്താണ്. മക്കളെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. എന്റെ നെറ്റിയിൽ എനിക്കൊരു മുറിവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോളൂ. അത് ഈ പെന്നോണ്ട് ഉണ്ടാക്കണം, ഈ ഒരു പെൻസിലോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ കുത്താണ്. എനിക്ക് വലിയൊരു മുറിവൊന്നും ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഒരു ഫോഴ്സ് കൊടുക്കണം. എന്തായാലും ഒരു മുറിവ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലെ. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അത്ര വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അറിയില്ല, 90 ഡിഗ്രിയിൽ ഞാൻ ഇങ്ങനെ ഒറ്റ കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടിപൊളി ഒരു ഹോൾ അവിടെ ഉണ്ടാവും അല്ലെ. ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മള് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സ്പേസിന്, ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ കൈയുണ്ട്, ഞാനിപ്പോ ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഞാനിങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ത്രസ്റ്റ് അല്ല. പകരം ഞാൻ ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ത്രസ്റ്റ്. അപ്പൊ എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ടു ദാറ്റ് സർഫസ് ഇസ് നോൺ ആസ് മിസ് സ്യൂസൈഡ്. അതെ, അപ്പൊ ദാറ്റ് സർഫസ് ഇസ് നോൺ ആസ് അത് ത്രസ്റ്റ് എന്ന് കേട്ടോ. ത്രസ്റ്റ്. അപ്പൊ പെർപെൻഡിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ത്രസ്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ അല്ലെ. നമുക്കൊരു ഇപ്പൊ ഫസ്റ്റത്തെ കേസിൽ നോക്കിയേ, പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ. നോക്കിയേ, അയാൾ എന്ത് ചെയ്യാണ്? ഒരു നെയിലിനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു നോക്കിയേ, ഈ ഒരു വുഡൻ ബ്ലോക്കിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നെയിൽ എന്താണ്? വളരെ പെർപെൻഡിക്കുലർ ആണ് അല്ലെ, 90 ഡിഗ്രി ആണ്. അപ്പൊ അതുപോലെ ഒരു നെയിൽ ഹാമർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മളിങ്ങനെ ചെരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അത് ഫോഴ്സ് മാത്രമാണ്. പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ട് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ത്രസ്റ്റ്. ആ ഒരു പോയിന്റ് വേണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ കേട്ടോ. ദാറ്റ് ഈസ് എ ത്രസ്റ്റ്. അപ്പം എല്ലാ ഫോഴ്സും ത്രസ്റ്റ് അല്ല അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് മാത്രമാണ് അല്ലെ. ഇങ്ങനെ കൊടുത്താൽ എന്താണ്? അത്
ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ അതെന്താണ്, ഒരു ഫോഴ്സ് മാത്രമാണ്. പകരം പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് എ ഫോഴ്സ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു ത്രസ്റ്റ് ആണ് അല്ലെ, ഗ്രാവിറ്റി ആണ് അല്ലെ. ആപ്പിൾ നേരെ താഴേക്കാണ്, എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആപ്പിൾ വീഴുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് എ ത്രസ്റ്റ് ഫോഴ്സ് ആണ് അല്ലെ, ത്രസ്റ്റ് ഫോഴ്സ് ആണ്. അതുപോലെ നമ്മളെ നോട്ടീസ് ബോർഡിൽ നമ്മൾ കാണുന്ന കാര്യമാണ്, എപ്പോഴും രാവിലെ സ്കൂളിൽ ചെന്നാൽ കാണുന്ന ഒരു കാര്യമാണല്ലേ. കുറെ വിവരങ്ങൾ ഇങ്ങനെയല്ലേ, കുറെ അന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും നോട്ടീസ് ബോർഡിൽ. ചിലർക്ക് സസ്പെൻഷൻ കിട്ടിയതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. യെസ്, ദിസ് ഇസ് എ ത്രസ്റ്റ് ഫോഴ്സ്. നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ഒരു പെൻ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ, ഈ പിന്നെ. യെസ്, ഓക്കെ. സോ ദാറ്റ് ഈസ് എ ത്രസ്റ്റ്. അപ്പൊ കുട്ടികളെ നിങ്ങളുടെ എക്സിക്യൂല് ചോദിക്കുന്ന ഒരു അല്ലെ, ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്, ത്രസ്റ്റ് ഇസ് ഓൾവേസ് എ ഫോഴ്സ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അതായത് നമ്മളോട് ചോദിക്കാറുണ്ട്, എല്ലാ ഫോഴ്സും ത്രസ്റ്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാ ഫോഴ്സും ത്രസ്റ്റ് ആണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഫോഴ്സും ത്രസ്റ്റ് അല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സർഫസിന് കൊടുക്കുന്ന ഫോഴ്സസ് മാത്രമാണ് ത്രസ്റ്റ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ കാര്യം ആലോചിക്കുക, ഞാനിങ്ങനെ ചെരിച്ചിട്ട് അല്ലെ കുറച്ച് ആംഗിളിൽ ഇങ്ങനെ കൊടുക്കുമ്പോ അത് ത്രസ്റ്റ് അല്ല, അത് വെറും ഫോഴ്സ് മാത്രമാണ്. എന്നാൽ ഇങ്ങനെ കൊടുക്കുമ്പോ എന്താണ്, അത് ത്രസ്റ്റ് ആണ് അല്ലെ, ത്രസ്റ്റ് ഫോഴ്സ് ആണ്, perpendicular to that surface. Okay, that point we always remember. Thrust is the force acting on an object perpendicular to that surface is known as thrust, and the unit of thrust is same as the unit of force. And what is the unit of force? Parayu, what is the unit of force? Yes, very good. Unit of force is Newton. So thrustന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് കേട്ടോ, ന്യൂട്ടൺ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ത്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് തന്നെയാണ്, പക്ഷെ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണെന്ന് മാത്രം. ഓക്കെ അല്ലടാ? യെസ്, വെരി ഗുഡ്. ന്യൂട്ടൺ പേരൊക്കെ എടുത്ത് പറയണമെന്നൊക്കെ ഉണ്ടടാ, പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ടാട്ടോ, പെട്ടെന്ന് തീർക്കണ്ടേ. യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ത്രസ്റ്റ്. ത്രസ്റ്റിന്റെ എഫക്റ്റിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത് കേട്ടോ. എഫക്റ്റ് ഓഫ് ത്രസ്റ്റ്. കുട്ടികളെ ഇതാ നോക്കിക്കേ, ഇപ്പൊ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിന്നല്ലേ, ഒരു പിന്ന് എന്ത് ചെയ്യും, നമ്മളെ കാലില് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ കുത്തുന്ന ഒരവസ്ഥ അല്ലെ, അൺസൈക്കബിൾ എന്നൊക്കെ പറയും. സെക്കൻഡ് കേസ് ആയിക്കേ, ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും അല്ലെ, ഇല്ലേ? അപ്പൊ ഇതിലേതിലായിരിക്കും പെയിന് കൂടുതൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് അല്ലെ? എന്തായാലും ഇത് ത്രസ്റ്റ് ഫോഴ്സ് ആണ്, നമുക്ക് അറിയാം, എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് പെർപെൻഡിക്കുലർ ആണ് ഇത് അല്ലെ, ആ വേദന നമ്മൾ കാലിൽ ടച്ച് ചെയ്യുന്ന എല്ലാ അല്ലെ, ഏതൊക്കെയാണ് പിൻസ് ഉള്ളത്, രണ്ട് പിന്നാണ് കാല് ടച്ച് ചെയ്ത് നിൽക്കുന്നത്, ഇതെല്ലാം പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ നോക്കിയേ, എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ, വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഏതിലായിരിക്കും നമുക്ക് പെയിന് കൂടുതൽ, അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് കൂടുതൽ ഏതിലായിരിക്കും? എയിലാണോ ബിയിലാണോ? വണ്ണിലാണ് പറയുന്നത്, ഫസ്റ്റിലാണ് പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫസ്റ്റ് കേസ്. യെസ്. സിംഗിൾ പിന്നാകുമ്പോ ത്രസ്റ്റ് കൂടും, അതിനാൽ വെരി ഗുഡ്. പോരട്ടെ, ക്ലാസ് കഴിയാറായപ്പോ എല്ലാരും ആക്റ്റീവ് ആയല്ലോ, പോരട്ടെ. അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്താണ്, വളരെ എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് എന്താണ്, എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് ഹൈ ആണ് അല്ലെ. ഇവിടെയോ എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് ലെസ് ആണ് അല്ലെ, ലെസ്, വളരെ കുറവാണ്. അപ്പൊ കുട്ടികളെ ഞാൻ ചോദിക്കട്ടെ, രണ്ടിടത്തും ത്രസ്റ്റ് ഉണ്ട്, അപ്പൊ ഇവിടെ ഡിഫറൻസിൽ വരുന്നത് എന്താ, ഇതിൽ എന്താ പോണ ഒരു വ്യത്യാസം ഉള്ളത് എവിടെയാ? രണ്ടുപേടത്തും ത്രസ്റ്റ് ഉണ്ട് അല്ലെ, വെർട്ടിക്കൽ ഫോഴ്സ് ഇങ്ങനെയുള്ള ഫോഴ്സ് ഉണ്ട്. പിന്നെ ഡിഫറൻസ് എവിടെയാണ് കിടക്കുന്നത്, എന്താണ് കാലിലുള്ള അല്ലെ, നമ്മൾ പെയിനിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് പിന്നെ എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞേ, രണ്ട് സ്ഥലത്തും ത്രസ്റ്റ് ഉണ്ട്. ഇവിടെ ആകെ കുറച്ച് പിന്നുള്ളൂ, രണ്ട് പിന്നെ കാല് കുത്തുന്നുള്ളൂ ഫസ്റ്റ് കേസിൽ, എന്നിട്ട് അവിടെ ത്രസ്റ്റ് കുറവ് അല്ലെ, എഫക്റ്റ് കുറവ്. രണ്ടാമത്തെ കേസിലാണ് നോക്കിയാൽ ഒരുപാട് അല്ലെ, പിന്നെ ഇങ്ങനെ മേലോട്ടായിരിക്കുന്നേ, എന്നിട്ട് എന്താണ് അതിന്റെ എഫക്റ്റ് വളരെ കുറവാന്നും പറയുന്നു. പിന്നെ എവിടെയാണ്? പോരട്ടെ. യെസ്, വെരി ഗുഡ്. അപ്പൊ കുട്ടികളെ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ് കുട്ടികളെ, രണ്ടിലും ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇതില് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ അല്ലെ, നമ്മളെ കാലിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയ വളരെ ലെസ് ആണ് അല്ലെ. ഏരിയ എന്താണ്?
വളരെ ലെസ് ആണ്. ഇവിടെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ് അല്ലെ. നമ്മളെ കാലിന്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഏരിയ നെയിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടികളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ത്രസ്റ്റ് അല്ലെ. ത്രസ്റ്റിന് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഏരിയ ഇൻ കോണ്ടാക്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, ത്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലെസ് ഏരിയ ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് വളരെ അതികഠിനമായിരിക്കും. എന്നാൽ ഏരിയ വളരെ കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ദി ഏരിയ ആൻഡ് ദി എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഹിയർ വി ഹാവ് അനദർ ഇക്വേഷൻ അല്ലെ, അനദർ എക്സാമ്പിൾ. നോക്കിയേ, ഇവിടെ ഒറ്റ പിന്നാണ് അല്ലെ, ആ പിന്ന് തട്ടി കഴിഞ്ഞാൽ ബലൂണിന്റെ വിവരം അറിയും. അതുപോലെ സെക്കൻഡ് കേസ് നോക്കിയാൽ ഒരുപാട് പിന്ന്, പെട്ടെന്നൊന്നും ബലൂണ് പൊട്ടില്ല അല്ലെ. നമുക്ക് രണ്ട് കേസിലും നമുക്കറിയാം ഏരിയ എന്താണ്, ലെസ് ആണ് അല്ലെ. ഏരിയ ലെസ് ആണ്. ഇവിടെയോ ഏരിയ എന്താണ്, കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ ഹൈ ആണ് അല്ലെ. നമ്മൾ മനസ്സിലാക്കണം, ഏരിയ ലെസ് ആണെങ്കിൽ എന്താണ്, എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് പൊട്ടി പോകുന്നത്. ഇവിടെ എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് എന്തായിരിക്കും, ലെസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കണം. ആൻഡ് ഹിയർ വി ഹാവ് എൻ ഇക്വേഷൻ ഫോർ എഫക്റ്റ് ഓഫ് ത്രസ്റ്റ്. ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ. ആൻഡ് ദാറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ആൻഡ് ദ യൂണിറ്റ് ഈസ്, ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ന്യൂട്ടൺ ആണ്. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. സോ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ, ഇത് നമ്മൾ പറയുന്ന പേരാണ് പാസ്കൽ അല്ലെങ്കിൽ PA എന്നിട്ട് കൊടുക്കും കേട്ടോ, PA. സോ മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്റെ കയ്യിലൊരു പെണ്ണുണ്ട്. ഇവിടെ നോക്കിയാൽ ഷാർപ്പാണ് അല്ലെ, വളരെ ഷാർപ്പാണ്. ഞാനിപ്പം ഇതുകൊണ്ട് തന്നെ നെറ്റിയില് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് വളരെ പെയിൻഫുൾ ആണ്. മീൻസ് അല്ലെ, ഞാനിവിടെ അതെന്ത് ചെയ്യാണ്, ഈ പെണ്ണോട് ഞാനിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ത്രസ്റ്റ്. ഞാൻ ഈ ഷാർപ്പ് എഡ്ജുകൊണ്ട് ഏരിയ വളരെ കുറഞ്ഞിട്ടുള്ള അല്ലെ, ഇതിന്റെ ഏരിയ കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ വളരെ കുറവാകുമ്പം എന്താണ്, ഏരിയ വളരെ കുറവാകുമ്പോൾ എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് എന്നാൽ വളരെ കൂടുതലാണ്. അവ രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഞാൻ തിരിച്ച് ഇതിന്റെ ഈ ഒരു പാർട്ടുണ്ട്, അപ്പുറത്തെ സൈഡ് എന്താണ്, ഏരിയ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് കാണിക്കുമ്പോൾ എനിക്കൊരു പെയിൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഏരിയ വളരെ കൂടുന്ന സമയത്ത് പ്രഷർ എന്താണ് അല്ലെ, അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് ഓഫ് ത്രസ്റ്റ് വളരെ കുറവാണ്. ഈ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ എക്സാമിന് ഒരുപാട് എക്സാമ്പിൾസ് തരും. ഒരു എക്സാമ്പിൾ ആണ് ചോദിക്കുക, നമ്മുടെ ഷാർപ്പ് നൈഫ് അല്ലെ. നമ്മൾ ഷാർപ്പ് നൈഫ് കൊണ്ട് ടൊമാറ്റോ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഈസിയാണ്. പക്ഷെ നമ്മളൊരു അല്ലെ, നശിച്ചു പോയൊരു കത്തി കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭയങ്കര തക്കാളിയൊക്കെ അങ്ങോട്ട് എന്തൊക്കെ ആയി പോവും അല്ലെ. അതെന്തുകൊണ്ടാന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്തത്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, yes, effects depends on the area in contact. Okay, മിസ് റബ്ബ് ചെയ്താലോ, റബ്ബ് ചെയ്യുന്ന സമയത്ത് എവിടെയാ ത്രസ്റ്റ് ശരിക്കും വരുന്നില്ലല്ലോ. ത്രസ്റ്റ് ശരിക്കും വരണമെങ്കിൽ നമ്മളിങ്ങനെ അല്ലെ, റബ്ബ് ചെയ്യുന്ന സമയത്തും അല്ലെ, ആ ഒരു കേസ് നമുക്ക് എടുക്കാം. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഏരിയ ഇൻ കോണ്ടാക്ട് നോക്കിയാൽ ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഏരിയ ഉള്ളൂ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രഷർ കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പെയിൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് എഫക്ട് ഓഫ് ത്രസ്റ്റ് എന്നാണ് വളരെ കുറവാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ, റബ്ബ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സെറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കാം. എന്താണ്, പ്രഷർ ഈസ് ദി ത്രസ്റ്റ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ. നമ്മൾ പഠിച്ചു അല്ലേ, ദാറ്റ് ഈസ് എഫക്ട് ഓഫ് ത്രസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്ട് ഓഫ് ത്രസ്റ്റ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. അതാണ് എഫക്ട് ഓഫ് ത്രസ്റ്റ്. ത്രസ്റ്റ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഡെഫിനിഷൻ പഠിക്കണമെന്നില്ല. സോ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യുവർ എക്സാം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വൈ ഷാർപ്പ് നൈഫ്സ് കട്ട് ബെറ്റർ ദാൻ എ തിക്ക് നൈഫ്? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. സോ ഹിയർ വി ഹാവ് ദ എക്സ്പ്ലനേഷൻ. നോക്കിയേ അല്ലെ, ഫസ്റ്റ് കേസിൽ നോക്കിയേ ഭയങ്കര ഷാർപ്പായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കത്തിന്റെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ആ ഒരു നൈഫിന്റെ ആ ഒരു രസം കാണുമ്പോൾ അല്ലെ, ഭയങ്കര മൂർച്ചയുള്ള നൈഫ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കട്ടി കൊടുക്കും. ഞാൻ നിങ്ങളോട് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. എന്റെ വീട്ടിലെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കത്തികളൊക്കെ എന്ത് ചെയ്യുന്ന ഉമ്മ ഇങ്ങനെ സ്റ്റോക്ക് എടുത്തു വെക്കും. എന്നിട്ട് പൊട്ട കത്തി എടുത്തിട്ടാണ് വീട്ടിലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക. എന്തും ചിക്കൻ പോലും കട്ട് ചെയ്യുന്നതായാലും പൊട്ട കത്തി. എന്താ വലിയ
പരിപാടി സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നല്ലൊരു കത്തി എടുക്കുക, ആ എടുത്തു വെച്ച കത്തി എടുക്കുക, അപ്പൊ മാത്രമാണ്. അപ്പൊ നീ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കട്ട് ചെയ്യാൻ, അപ്പോഴാണ് അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഇതാണ് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ഷാർപ്പ് നൈഫ് മാത്രമാണ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അല്ലെ, ഷാർപ്പ് നൈഫ് എന്ന് പറയുമ്പോൾ നോക്കിയേ അതിന്റെ ഏരിയ ആൻഡ് കോണ്ടാക്ട് അല്ലെ വളരെ കുറവായിരിക്കും അല്ലെ. ഏരിയ ആൻഡ് കോണ്ടാക്ട് നോക്കിയേ വളരെ കുറവാണ്, സ്മോൾ ഏരിയ ആൻഡ് കോണ്ടാക്ട് ആണ്. അപ്പൊ എഫക്ട് ഓഫ് ത്രസ്റ്റ് എന്തായിരിക്കും? ഇവിടെ എഫക്ട് ഓഫ് ത്രസ്റ്റ് അല്ലെങ്കിൽ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏരിയ കുറയുമ്പം പ്രഷർ കൂടും, ഏരിയ കുറയുമ്പം പ്രഷർ കൂടും. എഫക്ട് ഓഫ് ത്രസ്റ്റ് ഹൈ ആയിരിക്കും അല്ലെ, ഹൈ. ലാർജ് ഏരിയ അല്ലെ, നമ്മളെ പൊട്ട കത്തിയാണെങ്കിൽ അവിടെ ലാർജ് ഏരിയ ആയിരിക്കും. അപ്പൊ എഫക്ട് ഓഫ് ത്രസ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും, ലെസ് ആയിരിക്കും കേട്ടോ. ആ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാലിറ്റി ആണ് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത്, പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഒബ്ജക്ട് എക്സേർട്ട് മോർ പ്രഷർ ഓൺ ദ ഫ്ലോർ. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ്. നമുക്ക് രണ്ട് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിൽ ഏതിലാണ് മോർ പ്രഷർ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ ഇതിലാണ് കുറവ്, അയാൾക്കായിരിക്കും പ്രഷർ കൂടുതൽ. ഹിയർ എ ആസ് വെരി ഗുഡ്, നന്മ കാഷ്യൂ കമ്പനി. അതാരാ ആണ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് എടാ. ഓക്കെ, ആദർശ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷാലൂസ് വ്ലോഗ് ഉണ്ടടാ ഷാലോ നിനക്ക്. ഓക്കെ, ബി പറഞ്ഞാലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏരിയ ഇൻ കോണ്ടാക്ട് വേണം. ഇങ്ങനത്തെ ചിത്രങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏരിയ ഇൻ കോണ്ടാക്ട് ഉണ്ടോന്ന് നോക്കുക, ആർക്കാണ് കൂടുതൽ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയ മാത്രമേ ഇവിടെ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. ബിക്ക് നോക്കിയാൽ വലിയൊരു ഏരിയ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഏരിയ ഇൻ കോണ്ടാക്ട് ഹൈ ആണെങ്കിൽ പ്രഷർ കുറവായിരിക്കും, പ്രഷർ ലെസ് ആയിരിക്കും. സോ ഏരിയ ഇൻ കോണ്ടാക്ട് ഹൈ ആണെങ്കിൽ പ്രഷർ ലെസ് ആയിരിക്കും. ഏരിയ ഇൻ കോണ്ടാക്ട് ലെസ് ആണെങ്കിൽ പ്രഷർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ ഏരിയ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രഷർ ഹൈ ആണ് ചോദിച്ചിട്ടുള്ളത്, മോർ പ്രഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏരിയ ഇൻ കോണ്ടാക്ട് ലെസ് നോക്കുക. സോ എ ഈസ് ദി റൈറ്റ് ആൻസർ. അവിടെയാണ് ഏരിയ ഇൻ കോണ്ടാക്ട് ലെസ് ആയിട്ടുള്ളത്. അപ്പൊ ശരിയല്ലേ കുട്ടികളെ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞ എല്ലാ കുട്ടികൾക്കും എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ അല്ലേ. സോ നമ്മൾ ടോപ്പിക്ക് തീരാൻ പോവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് പ്രഷർ ആണ്. ആൻഡ് വാട്ട് ഈസ് ഫ്ലൂയിഡ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസിനെയും ലിക്വിഡ്സിനെയും ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കണം. എന്റെ കേസിലൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ വെറും ലിക്വിഡ്സ് മാത്രമാണ് അതിൽ പെടുക എന്നുള്ളതാണ്. ആക്ച്വലി അത് മാത്രമല്ല, ഗ്യാസും ലിക്വിഡും കൂടി ചേർന്നിട്ടുള്ളതാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സ് അതിൽ പെട്ടത് ആളേ അല്ല. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഫ്ലൂയിഡ്സിനെയും ഗ്യാസസിനെയൊക്കെ എന്ത് ചെയ്യാണ്? ഗ്യാസസിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ബീക്കറിൽ എടുത്തു. വെള്ളം എടുക്കാല്ലേ, ലിക്വിഡിനെ ഞാൻ വാട്ടറിനെ എന്ത് ചെയ്യുന്നത്? ബീക്കറിൽ എടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൽ എല്ലാ മോളിക്യൂൾസും എല്ലാ സ്ഥലത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രഷർ കൊടുക്കുന്നുണ്ട് എല്ലാവരും. ഇതിപ്പോ വേപ്പർ ആണെങ്കിൽ അവരും കൊടുക്കുന്നുണ്ട്, വാട്ടർ ആണെങ്കിൽ എല്ലാവരും. ഇപ്പൊ ഇതാണെങ്കിൽ അല്ലെ സർഫസ് വരെ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ സൈഡിലേക്കും ഇൻ ഓൾ ഡയറക്ഷൻ കേട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൊടുക്കുന്നതിനുള്ള കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് പോകാൻ പോകുന്ന കുട്ടികളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വൈ ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ ദ സർഫസ് ഓഫ് സീ. എന്തുകൊണ്ടാണ് ഷിപ്പ് എന്ത് ചെയ്യുന്നത്? സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ കുട്ടികളെ ഇതാണ് ക്വസ്റ്റ്യൻ, നോക്കിക്കേ. നമ്മുടെ ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിലെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞില്ലേ ലിക്വിഡ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? മുകളിലോട്ടും സൈഡിലോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നല്ലേ, പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പൊ എന്ത് ചെയ്യാണ്? എപ്പോഴും നമ്മളെ വാട്ടർ സർഫസ് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മേലോട്ട് കൊടുക്കും. നോക്കിയത് പെർപെൻഡിക്കുലർ ഫോഴ്സ് അല്ലേ, മേലോട്ട് ഒരു അപ്വേർഡ് ഫോഴ്സ് എന്നാ പറയാം. അപ്വേർഡ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയും ത്രസ്റ്റ് എന്ന് പറയും അല്ലെ. പെർപെൻഡിക്കുലർ ഫോഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ത്രസ്റ്റ്. സോ ദിസ് ഈസ് എ അപ്വേർഡ് ത്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നതാണ്. അപ്വേർഡ് ത്രസ്റ്റ്.
അപ്വേർഡ് ത്രസ്റ്റ്. അപ്പൊ ഈ ഒരു അപ്വേർഡ് ത്രസ്റ്റ് മുകളിലോട്ട് നമ്മൾ വാട്ടർ സർഫസ് ഒരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ നിർത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കപ്പലൊക്കെ ഷിപ്പൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. അതുപോലെ നോക്കിയ ഒരാള് ഇതെന്താണ് വാട്ടർ സർഫസ് എന്ത് ചെയ്യാണ്, അയാൾക്ക് മുകളിലോട്ട് ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ഫോഴ്സ് അല്ലെ, അപ്വേർഡ് ത്രസ്റ്റ് എന്നാണ്, ഒരു ഫോഴ്സ് ആണ്. അത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ത്രസ്റ്റ് എന്ന് പറയും, അത് മുകളിലോട്ട് ആയതുകൊണ്ട് അതിനോട് അപ്വേർഡ് എന്ന് പറയും. സോ രണ്ടും കൂടെ ചേർത്ത് we can see upward thrust എന്ന് പറയാം. എന്താണ് upward thrust എന്ന് പറയും കേട്ടോ. upward thrust ഇതെന്നാണ് upward thrust ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മുകളിലോട്ട് ഇങ്ങനെ അതിങ്ങനെ അല്ലെ, മുകളിലോട്ടാണ് അത് ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കേട്ടോ. നോക്കിയേ നമ്മൾ ഷിപ്പ് കിടക്കുന്നുണ്ട്, നോക്കിയേ ഇവിടേക്ക് മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് മീൻസ് അപ്വേർഡ് ഫോഴ്സ്. അപ്വേർഡ് ഫോഴ്സ് നമ്മൾ പറയും അപ്വേർഡ് ത്രസ്റ്റ് അല്ലെ, അപ്വേർഡ് ത്രസ്റ്റ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്, അപ്വേർഡ് ത്രസ്റ്റ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഈ ഒരു ഷിപ്പിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും താഴേക്ക് ഉണ്ട് അല്ലെ, കാരണം ഗ്രാവിറ്റി ഉണ്ട് അല്ലെ, ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ എർത്തിന്റെ ആ ഒരു വെയിറ്റ് ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നത് താഴേക്ക് ഉണ്ട്. അപ്പൊ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ മുകളിലോട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അപ്വേർഡ് ത്രസ്റ്റ്, അത് നമ്മൾ സയൻസിൽ പറയുന്ന ഒരു പേരാണ് ബോയൻസ് ഫോഴ്സ്. എന്താണ് ബോയൻ ഫോഴ്സ്, ബോയൻ ഫോഴ്സ് കേട്ടോ. ഈ മുകളിലോട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് അപ്വേർഡ് ത്രസ്റ്റ് അല്ലെ. അപ്വേർഡ് ത്രസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ബോയൻ ഫോഴ്സ്. എന്താണ് എപ്പോഴും ഗ്രാവിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഗ്രാവിറ്റി അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയും അല്ലെ, വെയിറ്റ് ഓഫ് ദ പറയാം, വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റി. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ലെസ് ദാൻ ബൈനൻ ഫോഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും, അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്താണ്, താഴേക്കുണ്ട് അല്ലെ, ഈ ഒരു ഷിപ്പിന്റെ വെയിറ്റ് താഴേക്കുണ്ട്, വെയിറ്റ് മുകളിലോട്ട് എന്ത് ചെയ്യുന്നത്, താങ്ങി നിർത്തുന്ന ആളാണ് അപ്വേർഡ് ത്രസ്റ്റ്. ഹിയർ അപ്വേർഡ് ത്രസ്റ്റിനെ പറയുന്ന പേരാണ് ബോയൻ ഫോഴ്സ്, BUOYANT അല്ലെ. ബയൻ ഫോഴ്സസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക കേട്ടോ, ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. അപ്പോഴാന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പം ഒരു വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യുന്നത് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ വെള്ളത്തില്. സോ നമ്മള് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബോട്ടിലിൽ താങ്ങി നിർത്തുന്നുണ്ട് അല്ലെ, മുകളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്, എന്താണ് അപ്വേർഡ് ത്രസ്റ്റ്. അപ്വേർഡ് ത്രസ്റ്റ് അതിനെ പറയുന്ന പേരാണ് ബയൻ ഫോഴ്സ് അല്ലെ, ബോയൻസി എന്നൊക്കെ പറയും. ബോയൻ ഫോഴ്സ് ഉണ്ട്. ഹിയർ നമ്മളെ ഈ ഒരു വാട്ടർ ബോട്ടിലിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് ഉണ്ട് അല്ലെ, ആ വെയിറ്റ് എന്ത് ചെയ്യാണ്, കുറവാണ്, ദാറ്റ് വെയിറ്റ് ഇസ് കുറവ് അല്ലെ. അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ബോയൻ ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ്, അങ്ങനെ ആകുന്ന കേസിലാണ് ഈ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. അതർവൈസ് ഇറ്റ് വിൽ സിങ്ക് എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. സോ ഹിയർ വി ഹാവ് ബോയൻസി, ദി അപ്വേർഡ് ത്രസ്റ്റ് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ അല്ലെ, മുകളിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു അപ്വേർഡ് ഫോഴ്സിനെ അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അപ്വേർഡ് ത്രസ്റ്റ്, ആൻഡ് ദാറ്റ് അപ്വേർഡ് ത്രസ്റ്റ് ഇസ് നോൺ ആസ് ബോയൻസി. ദ അപ്വേർഡ് ത്രസ്റ്റ് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഇസ് നോൺ ആസ് ബോയൻസി. So here we have a question. നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേ. Why some object floats and others sink when placed on the surface of water? ഞാനൊരു അയണിന്റെ നെയിൽ ഇട്ടുമ്പോൾ എന്ത് ചെയ്യും, അയണിന്റെ നെയിൽ എന്ത് ചെയ്യും, അതിൽ സിങ്ക് ചെയ്യും. എന്നാൽ ഞാനൊരു കോർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഇവിടെ ഇങ്ങനെ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കാണാം. അപ്പൊ ഇതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. സോ നമ്മൾ പഠിച്ചു ബോയൻ ഫോഴ്സ്, വെയിറ്റ് ഒക്കെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ കുട്ടികളെ നിങ്ങള് ഈ കേസിൽ ഇപ്പൊ നമ്മൾ പഠിച്ചു ബോയൻ ഫോഴ്സ് വെയിറ്റ് തമ്മിലുള്ള റിലേഷൻ ആക്കി എഴുതാം, അല്ലെങ്കിൽ മോർ ഓവർ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെൻസിറ്റി കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നോക്കിയേ. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്ട് ഇസ് ഗ്രേറ്റർ ദാൻ വാട്ടർ ദെൻ ഇറ്റ് വിൽ സിങ്ക്. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇസ് ലെസ് ദാൻ വാട്ടർ ദെൻ ഇറ്റ് വിൽ ഫ്ലോട്ട്. ഈ ഒരു പോയിന്റ് എഴുതാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൺസെപ്റ്റ് ആൻസർ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബോയൻ ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യും അല്ലെ. അവിടെ എഴുതാം, സിങ്ക് ചെയ്യണമെങ്കിൽ അല്ലെ, ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ബോയൻ ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും,
ഈ ഫ്ലോട്ട് ചെയ്യും. അതുപോലെ ബോയിന്റ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് സിങ്ക് ചെയ്യും. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. നിങ്ങളെ സ്പെഷ്യൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇതാണ്, ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ടർ. അപ്പൊ ഇവിടെ എന്താണ്, നമ്മുടെ നെയിൽ എന്ത് ചെയ്യാണ്, സിങ്ക് ചെയ്ത് കിടക്കുകയാണ് അല്ലെ, അതിൽ മുങ്ങി കിടക്കുകയാണ്. ദാറ്റ് മീൻസ് ദ ഡെൻസിറ്റി ഓഫ് ദ നെയിൽ എന്താ നമ്മൾ പഠിച്ചേ, സിങ്ക് ചെയ്യണമെങ്കിൽ ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ നെയിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ദ ഒബ്ജക്ട് വിൽ സിങ്ക്. ആൻഡ് നെക്സ്റ്റ് കേസിൽ എന്താണ്, നമ്മൾ കോർക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ പഠിച്ചു എന്താണ്, ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ then it will float. Here we can write like this in the density of cork is less than എന്താണ്, that of water എന്ന് വേണം നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതാൻ. ഓക്കേടാ, സെറ്റ് അല്ലേ? മോർ സാൾട്ട് ചേട്ടാ ഡെൻസിറ്റിയിൽ മാറ്റം വരുമ്പോഴാണ് കേട്ടോ അത് പൊങ്ങി കിടക്കുന്നത് കേട്ടോ, അത് ഡെൻസിറ്റിന്റെ ഡിഫറൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒരു കുട്ടി ചോദിക്കുകയാണ് സോൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസൊക്കെ നമുക്ക് മാറുന്നത് കാണാം അല്ലെ. യെസ്, അപ്പൊ ഡെൻസിറ്റിയിലാണ് നമ്മളപ്പോ മാറ്റം വരുന്നത് കേട്ടോ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അപ്പൊ ഈ ഒരു പോയിന്റ് ആരും മറക്കാൻ പാടില്ല. ഒരു ഒബ്ജക്ട് സിങ്ക് ചെയ്ത് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ ആണ്. ആൻഡ് ഒരു ഒബ്ജക്ട് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇസ് ലെസ് ദാൻ then it will float എന്നുള്ള പോയിന്റ് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മക്കളെ, ഒരേ ഒരു പോയിന്റ് കൂടെ കിടക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ദ ചാപ്റ്റർ വിൽ കംപ്ലീറ്റ്. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ദിസ് ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഡെഫിനിഷൻ മാത്രമായിട്ടാണ് ചോദിക്കുക. എന്താണ്, when a body is immersed fully or partially in a fluid, it experiences it will experience an upward force and that force is equal to the weight of the fluid displaced by it. എന്താ പറഞ്ഞത്, നമ്മൾ എന്താണ് ഒരു ബീക്കറില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റോൺ എന്തെങ്കിലും അതിലേക്ക് ഇടാന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം ആ വാട്ടർ ലെവൽ എന്തെങ്കിലും കുറച്ച് പൊങ്ങി പോകില്ലേ. ഭയങ്കര വെയിറ്റ് ഉള്ള സ്റ്റോൺ ആണെങ്കിൽ വെള്ളം പുറത്തേക്കൊക്കെ തെറിച്ചിട്ട് പോകുന്നത് കാണാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കി, ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ലേ, ഇവിടെ കുറച്ച് വെള്ളം ഡിസ്പ്ലേസ് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മളോട് പറയാണ്, when the body is immersed fully or partially in a fluid, it will experience an upward force. നമുക്ക് അറിയുന്നതാണ് അല്ലേ. That force is equal to the weight of the fluid displaced by it. ഇത്രയും വെയിറ്റ് ഇല്ലേ, ഇത്രയും ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് എന്ത്, അവിടെ ഉണ്ടാകുന്ന ബയന്റ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു ബയന്റ് ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഒബ്ജക്ട് എന്ത് ചെയ്യുന്നത്, അവിടെ സിങ്ക് ചെയ്ത് കിടക്കുന്നത്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എത്ര ഫ്ലൂയിഡ് ആണ് പൊങ്ങിയത് അതിന്റെ വെയിറ്റിന് എന്താണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോടാ, സെറ്റ് ആണ്. ആർക്കിമിഡീസ് വളരെ സിമ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. ഒരേ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഒരു ബീക്കറിലേക്ക് കുറച്ച് കല്ലിടുന്നു വിചാരിച്ചോളൂ. നമുക്കറിയാം എത്ര കുഞ്ഞു കല്ലാണെങ്കിലും ആ വാട്ടർ സർഫസിന്റെ ലെവൽ എന്ത് ചെയ്യും, ഒന്ന് പൊങ്ങി കിടക്കും അല്ലെ, ഒന്ന് പൊങ്ങി കിടക്കും. അപ്പൊ നമുക്കറിയാം നമ്മളൊരു വലിയ ചെറിയൊരു എന്തെങ്കിലും അല്ലെ, നമ്മളൊരു ബോട്ടിലാവും, ഒരു എം ടി ബോട്ടിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എം ടി ബോട്ടിൽ എടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ആ വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അപ്പൊ എന്താണ്, അവിടെ ഒരു അപ്വേർഡ് ത്രസ്റ്റ് അല്ലെ, ബോയന്റ് ഫോഴ്സ് ഉണ്ട് അല്ലെ, മേലോട്ടൊരു ബോയന്റ് ഫോഴ്സ് ഉണ്ട്. എത്ര കുഞ്ഞു ബോട്ടിലാണെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും എന്ത് ചെയ്യും, പൊങ്ങി കിടക്കും. ആ പൊങ്ങി കിടക്കുന്നതിന്റെ വെയിറ്റ് ഇസ് ഈക്വൽ ടു അവിടെ ഉണ്ടാകുന്ന അപ്വേർഡ് ത്രസ്റ്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് അപ്വേർഡ് ത്രസ്റ്റ് എത്ര എന്ന് പറയണമെങ്കിൽ ആ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോടാ, സെറ്റ് ആണോടാ? ഒരേ ഒരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. when a body is immersed fully or partially in a fluid, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോഡീനെ എന്ത് ചെയ്യാണ്, ഒരു വെള്ളത്തിലൊക്കെ ഇട്ടു, ഒരു ബോട്ടിലിനാവട്ടെ അല്ലെ, ഇറ്റ് എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ് അല്ലെ. അത് ചെയ്യും, അത് പൊങ്ങി കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതില് മുകളിലോട്ട് എന്ത് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് എന്താണ്, ഈക്വൽ ആണ് എന്താണ്, അവിടെ ഉണ്ടാകുന്ന വെള്ളം ഡിസ്പ്ലേസ് ചെയ്തില്ലേ അതിന്റെ വെയിറ്റിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഓക്കെ ആണോടാ, സെറ്റ് ആണോ? ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞതല്ലേ, എന്റെ സൗണ്ട് ഒക്കെ പോയി. അപ്പൊ എനിക്കൊരു ഗ്രീൻ ഹേർട്ട് തന്നെ ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് ടോപ്പിക്സ് റെഡി ആയെന്ന്. നമ്മൾ റിവിഷന് പോകുന്നില്ല, വീണ്ടും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ്. യെസ് ശ്രേയ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്.
അപ്പൊ കുട്ടികളെ എല്ലാവർക്കും താങ്ക് യു. നമ്മൾ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് എല്ലാ കുട്ടികളും ഇരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിഗ് താങ്ക് യു ഫോർ ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു ഫോർ യുവർ ഗ്രീൻ ഹേർട്ട് ഓൾസോ. അപ്പൊ കുട്ടികളെ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ. ആൻഡ് യുവർ ഫീഡ്ബാക്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. താങ്ക് യു സോ മച്ച്.